ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ അജയൻ ഇങ്ങനെ അതിൽ നടന്നു വരുന്നു. അപ്പോൾ അജയൻ യാദൃച്ഛികമായിട്ടൊരു കാഴ്ച കാണും. ആ കാഴ്ച വേറൊന്നുമല്ല, അഭിയും അതുപോലെ ഈ നാഗേന്ദ്രനും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ നാഗേന്ദ്രൻ അഭിയോട് പറയുക, എടാ മോനെ, ഈ വേണു അല്ലെങ്കിൽ അനാമിക എന്ന് പറയുന്നവരൊക്കെ ചില സമയത്ത് നമുക്ക് ചാവേറുകളാക്കാൻ പറ്റും. ഇവിടെ നമുക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാളവികയെ പോലെയുള്ളവരെ സ്റ്റാഫ് ആക്കിയത് കൊണ്ടാണെന്ന കാര്യം നാഗേന്ദ്രൻ പറയുമോ. അവിടേക്ക് ആദർശ് കാണിച്ചത് ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണെന്ന് പറയുമ്പം പണത്തിന് വേണ്ടി വേണു അനാമികയൊക്കെ എന്തും ചെയ്യുമെന്ന് അഭി പറഞ്ഞപ്പോൾ അങ്ങനെയുള്ളവരെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് നാഗേന്ദ്രൻ പറഞ്ഞു. ഇതൊക്കെ അജയൻ അവിടെ നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുക കേട്ടോ. എന്നിട്ട് അച്ഛനും മോനും കൂടെ വണ്ടിയിൽ കയറി പോകുന്നത് കണ്ടു. ഇനി അജയനെ ഇവർ കാണാതിരിക്കാൻ വേണ്ടി അജയൻ പെട്ടെന്ന് വിളിച്ച് മാറുകയും ചെയ്തു. ഇതേ സമയം പിന്നെ വീട്ടിൽ, അതായത് അനന്തപുരിയിൽ നമ്മുടെ ജാനകിയും ജലജയും കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാം. ജാനകി, ഒരിക്കലും പത്മം നവീനും നന്ദുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കില്ലെന്നാണ് നമ്മളൊക്കെ കരുതിയതെന്ന കാര്യം പറയുക. പക്ഷേ അതും സമ്മതിച്ചു കഴിഞ്ഞല്ലോ. ഇനി ആരെയാ കാത്തിരിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ആ നാണം കെട്ട ഫാമിലിയിൽ നിന്ന് ഇനി ഒരുത്തി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ജലജ ചോദിച്ചു. ആ കല്യാണം ഒന്ന് കഴിഞ്ഞു പോട്ടെ ജലജ, അത് കഴിഞ്ഞ് കുറച്ച് നാൾ അവൻ ആ വിഷമത്തിൽ നടക്കും. അതിനുശേഷം അവൻ നമ്മുടെ വഴിക്ക് വന്നോളൂവെന്ന് ഈ ജാനകി പറയുക. അപ്പോൾ ഇവരിങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടുമുറ്റത്തേക്ക് ഒരു വണ്ടി വരുന്നു. അതിൽ നിന്ന് നമ്മുടെ അജയൻ ഇറങ്ങി വരുന്നു. അജയൻ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ നിന്റെ വാക്കിന് പുല്ല് വിലയടി നിന്റെ മോൻ തരുന്നത്. അവനെയും അവൻ്റെ അച്ഛനുമായിട്ട് ഒന്നിച്ച് കാറിൽ കയറി പോകുന്നത് ഞാൻ കണ്ടു എന്ന് ജലജയോട് വന്ന് അജയൻ പറയണു. ആ കാഴ്ച കണ്ട ആ ബോംബ് അനന്തപുരിയിൽ അജയൻ വന്ന് പൊട്ടിച്ചു. അപ്പോൾ അവൻ്റെ അച്ഛനായ AN ജ്വല്ലറി ഇപ്പോഴത്തെ MD അയാളുടെ ഒപ്പം കയറി പോകുന്നത് ഞാൻ കണ്ടു. അവൻ എന്നാ പറഞ്ഞത്? AN ജ്വല്ലറിയുടെ MD ആയ ഡേവിഡാണ് അവന് ജോലി വാങ്ങിച്ചു കൊടുത്തതെന്നല്ലേ? ഒന്നും അല്ലടി, അവൻ്റെ അച്ഛനും തമ്മിലുള്ള കളിയായിരുന്ന കാര്യവും അജയൻ ഇങ്ങനെ പറഞ്ഞു. ഈ ചലച്ചയ്ക്ക് കലി കയറി. നവ്യ ആ കമ്പനിയുടെ മോഡലായതും അങ്ങനെ തന്നെയാണെന്ന കാര്യവും അജയൻ പറയുക. അറിയാലോ ഒരിക്കൽ സംഭവിച്ചതൊക്കെ എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഇപ്പോൾ അതിന് കണക്ക് ചോദിക്കാനാ അവൻ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ജലജയെ, അത് നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല, നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണതെന്ന് ജാനകി പറയുമ്പം അവൻ ഇനി ഒരിക്കലും മടങ്ങി വരില്ലെന്നാണ് കരുതിയത്, എന്നിട്ടോ അവൻ വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആരും എന്നെ സപ്പോർട്ട് ചെയ്യില്ല, പക്ഷെ മറ്റുള്ളവരെക്കാളും നാഗേന്ദ്രനെ പറ്റി അറിയാവുന്നത് അജയേട്ടനല്ലേ എന്ന് ജലജ ചോദിക്കുക. പിന്നെ ഇളയമാവൻ്റെ സ്ഥാനത്ത് നിന്ന് എന്തുകൊണ്ട് അവനെ തടയാത്തത് എന്ന് ജലജ ചോദിച്ചു. ജാനകി ഇങ്ങനെ നോക്കി നിൽക്കുക ആ സമയം അവിടെ. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു സമയം വീട്ടുമുറ്റത്തേക്ക് അടുത്ത വണ്ടി വരുന്നു. ആ വണ്ടിയിൽ നിന്ന് അഭി ഇറങ്ങി വരുന്നു. അഭിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അഭിയെ കൊല്ലാനുള്ള കലിയിൽ ഇങ്ങനെ ജലജി അവിടെ നിൽക്കുവാണ്. അഭി അന്നേരം ഇവരുടെ നിൽപ്പും മട്ടും മാതിരിയൊക്കെ കണ്ടപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അകത്തേക്ക് കയറി വരിക. അപ്പോൾ എടാ, നീ എവിടെ പോയിട്ട് വരുന്നാടാന്ന് ചോദിച്ചു അജയൻ അഭിയെ പിടിച്ച് നിർത്തിയിട്ട്. ഞാനൊന്ന് പുറത്തു പോയതാ. ആരെ കാണാനാ നീ പുറത്തു പോയതെന്ന് ചോദിച്ചു. അത് എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അതുതന്നെ ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോയതാ. അപ്പോൾ ഏത് ഫ്രണ്ടിനെയാണ് നീ കാണാൻ പോയത്? പറയടാ, ഏത് ഫ്രണ്ടിനെയാടാ നീ കാണാൻ പോയതെന്ന് ചോദിച്ച് ജലജ ഭയങ്കരമായിട്ട് ഒച്ച വയ്ക്കുന്നു. അപ്പോൾ നാഗേന്ദ്രനാണോ ആ ഫ്രണ്ട് എന്ന് ജാനകി അഭിയോട് ചോദിക്കുമ്പോഴത്തേക്കും അഭി ഇങ്ങനെ തുറച്ചു നോക്കുവാണ് ജാനകി. അപ്പോൾ ദേവയാനിയും അതുപോലെ ആദർശമൊക്കെ ഇറങ്ങി വന്നു. ചോദിച്ചത് കേട്ടില്ലേ? പറയടാ, നാഗേന്ദ്രനാണോ ആ ഫ്രണ്ടെന്ന്. അപ്പോൾ ഞാൻ അയാളെ കണ്ടിട്ടൊന്നുമില്ലെന്നും പറഞ്ഞ് തീർന്നില്ല, കൂട്ടത്ത് ചെവിക്കല്ല് തീർത്ത് അജയൻ ഒരൊറ്റ വരണം. അഭി ഞെട്ടിപ്പോയി. ഞാൻ നേരിട്ട് കണ്ടടാ, നീയും നിൻ്റെ അച്ഛനും കൂടി കാറ് കയറി പോകുന്നത് എന്ന് അജയൻ അന്നേരം പറഞ്ഞു. ആദർശം ദേവേനെ ഞെട്ടി നിൽക്കുക. എന്നിട്ട് കണ്ടില്ലെന്ന് നീ പറയുന്നോടാ, നുണ പറയുന്നോടാ എടാ എന്നും പറഞ്ഞ കുത്തിനൊക്കെ കയറി പിടിച്ച അജയൻ, ഇനി നീ അവനെ കാണുകയോ സംസാരിക്കുകയോ ബന്ധം കൂടാൻ ശ്രമിക്കുകയോ ചെയ്താൽ എടാ കോത്തിയാരിഞ്ഞ് നിൻ്റെ അവൻ്റെ മുന്നിലിട്ട് കൊണ്ട് കൊടുക്കൂടാ എന്നും പറഞ്ഞുകൊണ്ട് അജയനെ അഭിയെ എടുത്തിട്ട് ചവിട്ടിക്കൂട്ടി. അവൻ അത്രയ്ക്ക് ഈ കുടുംബത്തെ ദ്രോഹിച്ച് ഒരുത്തനാടാന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ആദർശ് ഇടയ്ക്ക് കയറി, ഇളയച്ച വിട്, അവനെ വിട് എന്നും പറഞ്ഞ് ഇടയ്ക്ക് നിർത്തി. നീ മാറിക്കടാ, അവൻ പോയിരിക്കുന്നു. ഈ കുടുംബത്തെ നമ്മുടെ ജ്വല്ലറിയും തകർക്കാൻ നോക്കി ഒരുത്തനെ കാണാനായിട്ട്. അപ്പോഴത്തേക്കും അമ്മതിക്ക് ഇറങ്ങി വന്നു. അവൻ്റെ കരണത്തടിക്കുന്നതിന് പകരം അവൻ്റെ കാല് തല്ലി ഒടിക്കുകയാണ് ആ ചേട്ടാ വേണ്ടതെന്ന് പറഞ്ഞ് ജലജ. പിന്നെ അവന് വീടിൻ്റെ വെളിയിൽ ഇറങ്ങത്തില്ലല്ലോ എന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ അവനത്തേക്ക് ഇങ്ങനെ നിൽക്കാം. നീ എന്തിനാണ് അവനെ കാണാൻ പോയതെന്ന് ചോദിച്ചു ദേവയാനി. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോഴേ ഇവൻ്റെ കാണപ്പെട്ട ദൈവമാണ് ഇവൻ്റെ അച്ഛനെന്ന് ആദർശ് പറഞ്ഞു. നീ എന്തെല്ലാം കാര്യത്തിന് ഇവനെ തള്ളി പറയുകയും തല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട്.
ഈ ഒരു കാര്യത്തിൽ മാത്രം എന്താ നീ പിന്നോക്കം നിൽക്കുന്നത് എന്ന് ജലജ ആദർശനോട് ചോദിച്ചു. ദുഷ്ടനായ ഓരോരുത്തനെ കാണാൻ പോകുന്ന ഇവനെ നിനക്ക് പറഞ്ഞ് തിരുത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പം അതിനേക്കാളും ദുഷ്ടരായ ചിലരൊക്കെ ഈ വീടിനകത്തുണ്ടെന്ന് ജലജ അന്നേരം പറഞ്ഞു. നീ അത് ആരെ ഉദ്ദേശിച്ചാ പറഞ്ഞത് എന്ന് ഈ അജയൻ ചോദിച്ചു ആദർശനോട്. അന്നേരം ആരെക്കുറിച്ചാണെങ്കിലും ശരി, അതെ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് നമ്മുടെ ആദർശ് പറഞ്ഞു. അപ്പോൾ ജാനകിയും ജലജയും അജയനും കൂടി ഇങ്ങനെ ആകെ വല്ലാത്തൊരിതിലേക്ക് നിൽക്കുക. അപ്പം ഞാൻ കൊള്ളരുതാത്തവള കുടുംബത്തിന് ഭാരമായി ഒരുത്തി. പക്ഷേ നാഗേന്ദ്രനെ ആരനുകൂലിച്ചാലും ശരി അവർക്കൊപ്പം നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ജലജ അങ്ങ് തറപ്പിച്ചു പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഈ കുടുംബത്തിന് 20 വർഷം മുന്നേ അച്ഛൻ തല്ലും കൊടുത്ത് പടിയിറക്കി വിട്ടതാണ് അവനെ എന്നൊക്കെ അജയൻ അന്നേരം പറഞ്ഞു. അങ്ങനെ ഒരുത്തനെ ഇവിടെ ഇനി ആരും ന്യായീകരിക്കാൻ പാടുള്ളതല്ല, അതിൻ്റെ ആവശ്യവും ഇല്ലെന്നും പറഞ്ഞു. നീ ഇപ്പോൾ നാഗേന്ദ്രൻ്റെ ഭാഗത്ത് തെറ്റെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടുകൂടി നടക്കല്ലേ, എന്തിനാടാ അത് അറിയുന്നതെന്ന് അജയൻ ആദർശനോട് ചോദിക്കാം. അറിയാവുന്നിടത്തോളമൊക്കെ അറിഞ്ഞില്ലേ, അതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അജയ് പറയാട്ടോ. അപ്പോഴും ജാനകിയും ജലജയും ഇങ്ങനെ കള്ളികളെ പോലെ നിൽക്കുക. അവനൊരു കുടുംബം കലയ്ക്കാം, ആൾക്കാരെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുന്ന ഒരു ദുഷ്ടൻ. അവൻ്റെ അതേ സ്വഭാവമാണ് ഇവന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അച്ഛനും മോനും കൂടി കൂട്ടുകൂടുകയാണെങ്കിലേ അത് വീടിന് പുറത്ത് മതിയെന്ന കാര്യം അജയൻ പറയുവാണ്. അതേന്നും പറഞ്ഞ് ജലജ ഇങ്ങനെ നിൽക്കുന്നു. അവനെ കണ്ടിട്ട് അവനുമായിട്ട് ബന്ധം കൂടിയിട്ട് നീ ഇതിനകത്തേക്ക് കയറി വരാമെന്ന് വിചാരിക്കണ്ടെന്നും പറഞ്ഞു. ഇത് എൻ്റെ തീരുമാനം മാത്രമല്ല, നിൻ്റെ മുത്തച്ഛൻ്റെയും കൂടെ തീരുമാനമാണെന്നും അജയൻ പറഞ്ഞു. മര്യാദയ്ക്ക് സ്വന്തം കാര്യം നോക്കി നിന്നോളണമെന്നും പറഞ്ഞു. അല്ലെങ്കിലേ ഈ രീതിയിലായിരിക്കില്ല ഇനി ഞാൻ അങ്ങോട്ട് പ്രതികരിക്കാൻ പോകുന്നതെന്നും പറഞ്ഞ് നീ ഓർത്ത് വെച്ചോളാനും പറഞ്ഞ് അന്തിമ ശാസനവും കൊടുത്ത് അജയൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അജയൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി ചെന്നിട്ട്, എടാ എന്തിനാടാ ഇങ്ങനെ എല്ലാവരുടെ വാലിരിക്കുന്നത് കേൾക്കുന്നതും തല്ലുകൊള്ളുന്നതും? ആരും ഒന്നും ചെയ്യാത്ത കൂട്ടത്തിൽ അജയൻ. അവൻ പോലും നിന്നോട് ഇത്രയ്ക്ക് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഈ കുടുംബത്തിന് ബാധ്യതയായിരുന്നു നാഗേന്ദ്രനെന്ന് നീ മനസ്സിലാക്കണമെന്നുള്ള കാര്യം ദേവയാനി പറയാം. അപ്പോൾ അവന്തിക ഇങ്ങനെ നോക്കുവാണ് ഈ അബി. സ്നേഹിച്ച് അവനെ വഷളാക്കി ഞാൻ ഇവൻ്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിന്നു. എന്നിട്ട് അവസാനം അവൻ എന്നെ തന്നെ വേദനിപ്പിച്ച് രസിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ പറയുക കേട്ടോ ജലജ. എന്നിട്ട് ചെന്ന് മോൻ്റെ ഷർട്ടിൻ്റെ കുത്തിന് പിടിച്ചു. ഇനി അവനെ കാണാൻ ശ്രമിച്ചാൽ അജേട്ടൻ പറഞ്ഞതുപോലെ കൊത്തിയരിഞ്ഞ് നിന്നെ ഞാൻ ആ ദ്രോഹിയുടെ മുന്നിൽ ഇട്ടുകൊണ്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ മകനെ പിടിച്ചൊരു തള്ളും കൂടി. അപ്പോഴും അവന്തിക പേടിച്ചരണ്ടി ഇങ്ങനെ നിൽക്കുവാണ്, ഒരക്ഷരം പോലും മിണ്ടാതെ. അങ്ങനെ അഭി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ബാക്കിയുള്ളവരും ഇങ്ങനെ നിൽക്കുന്നു. അബി എന്തൊക്കെയോ മനസ്സിലിങ്ങനെ കണക്ക് കൂട്ടി ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഈ നമ്മുടെ അജയൻ വന്നിന്ന് ചെയ്ത കാര്യത്തെപ്പറ്റി ആദർശ് നയനയോട് പറയുക. അപ്പോൾ ഇളയച്ചൻ ഇപ്പം ഇങ്ങനെ പ്രതികരിക്കേണ്ടത് എന്തുകൊണ്ടാണ്? കാരണം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ ഇളയച്ചൻ ചെന്ന് പറയേണ്ടത് മുത്തച്ഛനോട് അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത്. അതറിഞ്ഞു കഴിയുമ്പോൾ മുത്തച്ഛനാണ് സാധാരണ ഇങ്ങനെ പ്രതികരിക്കേണ്ടതെന്നും പക്ഷേ ഇവിടെ ഇളയച്ചൻ നേരെ വന്നവനെ തല്ലുകയായിരുന്നു എന്ന് പറയും. അപ്പോൾ നമ്മളൊക്കെ സംശയിക്കുന്നത് പോലെ നാഗേന്ദ്രൻ്റെ കാര്യത്തിൽ അപ്പച്ചയെ പോലെ തന്നെ ദേഷ്യമല്ലേ ഇളയച്ചന് മാത്രമല്ല ഇളയമ്മയ്ക്ക് അത് അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു ആദർശം നേരം. ഇതിനകത്ത് അവർക്ക് 3 പേർക്കും അറിയാവുന്ന എന്തോ ഒരു സംഭവം ഒളിഞ്ഞു കിടപ്പുണ്ട്. മുത്തശ്ശനും അതറിയാം. ഇവിടെയെല്ലാം തുറന്നു ചോദിക്കാൻ പറ്റുന്നത് ഇളയച്ചനാണ്. അച്ഛൻ്റെ അടുത്തുള്ള സ്വാതന്ത്ര്യത്തെ കൂടുതൽ എനിക്ക് ഇളയച്ചനോടുണ്ട്. പക്ഷേ ഈ നാഗേന്ദ്രൻ്റെ വിഷയം വന്നതോടുകൂടിയും ഇളയച്ചൻ എന്തോ ഒരു ചെറിയ വെറുപ്പ് എന്നോടുണ്ടെന്ന് പറഞ്ഞു. അത്ര ചെറുതൊന്നും അല്ല, ആ വിഷയം സംസാരിക്കുന്നത് പോലും ഇളയച്ചന് ഇഷ്ടമല്ല എന്ന് നയന പറഞ്ഞു. എന്തായാലും അപ്പച്ചിക്ക് ഒരു കാര്യം ഉറപ്പായി, അഭിയും നാഗേന്ദ്രനും തമ്മിൽ കാണുന്നുണ്ട് എന്നുള്ള കാര്യം. അവൻ ഈ വീട്ടിൽ സംസാരമൊക്കെ ആയിരിക്കും നാഗേന്ദ്രൻ്റെ ചോർത്തി കൊടുക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ മുന്നിൽ വെച്ച് ബിസിനസ് കാര്യങ്ങളൊന്നും പറയാത്തത്. അപ്പോൾ ഇവിടെ അവന്തികയുടെ നിലപാട് എന്താണെന്ന് നയന ചോദിച്ചു. അവൾ നമ്മുടെ സൈഡാണെന്നാണ് വിശ്വാസം. അപ്പോൾ അനിയുമായിട്ടുള്ള നിശ്ചയം നടക്കാതെ വന്നതിന് ശേഷം അവന്തികയിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്ന് നയന. അവൾ മനസ്സിലുള്ളത് പുറത്ത് കാണിക്കാതെ നടക്കുകയാണെന്ന് നയന പറയുമ്പം അഭിയുടെ ബ്ലഡ് തന്നെ അവളും. അതുകൊണ്ട് എല്ലാ രഹസ്യങ്ങളും അവളോട് തുറന്നടിച്ചൊന്നും പറയണ്ട. ഓണത്തിന് ശേഷം വീണ്ടും നാഗേന്ദ്രൻ എന്തിനാ വീട് വിട്ടു പോയതെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അഭിയോട് അതുപോലെയാണ് ഇളയച്ചൻ ചൂടായത്. ഇതുവരെ കാണാത്തൊരു ഇളയച്ചൻ്റെ മുഖമാണ് ഞാൻ അവിടെ കണ്ടതെന്നും ആദർശ നയനയോട് പറഞ്ഞു. എന്നിട്ട് ആദർശം അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അനി ഇങ്ങനെ നിൽക്കുന്നു. അനിയെ കാണാനായിട്ട് നമ്മുടെ അജയനും ജാനകിയും കൂടെ ചെല്ലുക. നിൻ്റെ ഡിവോഴ്സൊക്കെ നടന്നതുകൊണ്ട് സീരിയസ് ആയിട്ട് അതിലും മെച്ചപ്പെട്ട ഒരു പെൺകുട്ടിയെ നിനക്ക് തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങളെന്ന് അജയൻ വന്ന് പറഞ്ഞു.
എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയെ ഞാൻ ഓൾറെഡി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാലോ, അത് ഞാൻ എല്ലാവരോടും പറയുകയും ചെയ്തില്ലേ എന്ന് ചോദിച്ചു അനി. അവൾ നിന്റെ കൂട്ടുകാരൻ കെട്ടാൻ പോലെ, പിന്നെ നീ എന്തിനാ അവളുടെ പിന്നാലെ നടക്കുന്നതെന്ന് ജാനകി ചോദിച്ചു. ഞാൻ അവളുടെ പിന്നാലെ ഒന്നും നടക്കുന്നില്ല, എൻ്റെ മനസ്സിൽ അവൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പം, എടാ അവളും നവീനും തമ്മിൽ കല്യാണം കഴിച്ചാലേ നീ അവളെ ഓർത്തോണ്ടിരിക്കുമെന്ന് അജയൻ ചോദിച്ചു. അവളെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും വേറൊരു മരുമോളെ കിട്ടില്ല എന്ന് പറഞ്ഞു അനി. എടാ നീ എന്ത് കണ്ടിട്ടാടാ അവളെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? അവളുടെ മുടി കണ്ടിട്ടാണോ എന്ന് ജാനകി ചോദിച്ചു. പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ഒന്നും മുടിയും മുഖവും ഒന്നും ഞാൻ നോക്കാറില്ല, അവരുടെ സ്വഭാവം മാത്രമേ ഞാൻ കണക്കിലെടുക്കാറുള്ളൂ എന്ന് അനി അന്നേരം പറഞ്ഞു. അവൾ അത്ര നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് അജയൻ പറയണം. ആ വീട്ടിൽ ആകെ കൂടെ കൊള്ളാവുന്നത് നയന മാത്രമേ ഉള്ളൂ എന്നും ബാക്കി രണ്ടുപേരും കുറച്ച് കുഴപ്പക്കാർ തന്നെയാണെന്നും അജയൻ പറഞ്ഞു. കനകയും ഗോവിന്ദനും ഇങ്ങോട്ട് അവരുടെ മോളെ പറഞ്ഞു വിടില്ലെന്ന് നേരത്തെ പറഞ്ഞെങ്കിലും അതിൽ വലിയ ആത്മാർത്ഥതയില്ലായിരുന്നു. പക്ഷെ ഇപ്പം നവീനെ പോലൊരു പയ്യൻ നന്ദുവിനെ കല്യാണം കഴിക്കാൻ ചെന്നതോടെ അവരുടെ മനസ്സ് മാറിയെന്നാ എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം ആ ബന്ധം നടക്കണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ടെന്ന് ജാനകി പറഞ്ഞപ്പം അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം കാണുമായിരിക്കും, പക്ഷെ നന്ദുവിന് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല എന്ന് പറഞ്ഞു അനി. അത് നിനക്കങ്ങനെ അറിയാം? എനിക്കറിയാം അവളുടെ മനസ്സെന്ന് അനി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളുടെ മനസ്സ് എന്തായാലും ശരി, അവളെ പോലെ ഒരു പെൺകുട്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അജയൻ. അതെനിക്ക് ഇഷ്ടമല്ല എന്ന് അജയൻ അനിയോട് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അന്തം വിട്ട് ഇങ്ങനെ നിൽക്കും അനിയെ. അച്ഛനും ഇങ്ങനെ പറയാൻ തുടങ്ങിയോ? അങ്ങനെയാവരുത്. അപ്പം ഇന്നലെ വരെ അച്ഛൻ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. എന്നാൽ ഇപ്പം ഞാൻ പറയുക, എനിക്ക് ഇഷ്ടമല്ല 3 പെൺകുട്ടികളെ ഒരേ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞ് അനി കട്ടായം പറഞ്ഞു. ജാനകി സമാധാനമായി. എന്ന് മാത്രമല്ല അവൾ ഭയങ്കര ഡേഞ്ചറാണെന്നും അതെ ഈ കുടുംബത്തിന് ദോഷം ചെയ്യുമെന്നും പറഞ്ഞു. എങ്ങനെയാണെന്ന് ചോദിച്ചു. എടാ ഏത് ഗുണ്ടകളെ വെല്ലുവിളിച്ചാലും അവരുടെ ഇടയിലേക്ക് ചാടി വീഴുന്ന ഒരുത്തിയാണ് അവൾ. അവരുമായിട്ട് തല്ലും വഴക്കം കൂടുന്ന കൂട്ടത്തിലുള്ള ആളുമാണ്. അങ്ങനെയുള്ളവർക്കേ ഭീഷണി കൂടും. ആ ഭീഷണി അത് നിന്നെയും ബാധിക്കുമെന്ന് അജയൻ. അച്ഛൻ ഇതിനു മുമ്പ് അവളെക്കുറിച്ച് നല്ലത് മാത്രമല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് നമ്മുടെ അനി അന്നേരം ചോദിച്ചു. അപ്പോൾ അജയൻ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുക. ഇപ്പോഴാ നീ അവളെ കല്യാണം കഴിച്ചാലുള്ള ദോഷത്തെപ്പറ്റി നിൻ്റെ അച്ഛൻ കൂടുതലായി ചിന്തിച്ചു തുടങ്ങിയതെന്ന് പറഞ്ഞു ജാനകി. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നും. നിങ്ങളൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് നന്ദുവിനെ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം, എടാ മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് കേട്ടില്ലെങ്കിലേ അടിച്ചതിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് അനിയെ അടിക്കാൻ ചെന്നു. അപ്പോൾ ജാനകി ഇടയ്ക്ക് കയറിയപ്പോൾ മാറിക്കിടിയെന്ന് പറഞ്ഞുകൊണ്ട് ജാനകിയെ പിടിച്ചിട്ട് തള്ളും തള്ളി. എനിക്ക് സ്നേഹിക്കാൻ മാത്രമല്ല എന്നെ ശിക്ഷിക്കാനും അറിയാമെന്ന് പറഞ്ഞു. അനി നെട്ടി നിൽക്കുക. ഒരു കാരണവശാലും നീയും നന്ദുവും തമ്മിലുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ലടാന്നും പറഞ്ഞായി. നവീനെ പോലെയുള്ള നല്ല പയ്യൻ്റെ ആലോചനയാണ് ഇപ്പോൾ അവൾക്ക് വന്നിരിക്കുന്നത്. അവളുടെ അച്ഛനും അമ്മയ്ക്കും അത് ശരിക്കും പറഞ്ഞാൽ ലോട്ടറിയാണ്. ഇനി നീയായിട്ട് ആ ബന്ധത്തെ തടസ്സപ്പെടുത്താൻ നിൽക്കരുതെന്നും പറഞ്ഞു. വിടടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകിയെ പിടിച്ചൊരു തള്ളും തള്ളി അജയൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അജയൻ പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞതൊക്കെ നീ കേട്ടല്ലോ. നീ കരുതിയോ നിൻ്റെ എല്ലാ തോന്നിവാസത്തിനും നിൻ്റെ അച്ഛൻ കൂട്ടു നിൽക്കുമെന്ന്? നടക്കത്തില്ലടാ. അവൾ ഈ വീടിൻ്റെ പടി കടന്ന് വരാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അവളുടെ മുഖം നീ അങ്ങ് മറന്നേക്കുക എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അവിടെ നിന്ന് അങ്ങ് പോയി. ഈ അച്ഛന് തന്നെ പറ്റിയെന്നോർത്ത് അനിയോടി നയനയുടെ ആദർശിൻ്റെ അടുത്തേക്ക് നിന്നു. ഏട്ടാ അച്ഛനിത് വല്ലാത്ത മാറ്റമാണല്ലോ. അബിയെ തല്ലിയതിന് പിന്നാലെ നന്ദുവിനെ ഈ വീടിൻ്റെ മരുമകളാക്കണ്ടെന്ന് എന്നോട് പറഞ്ഞു എന്ന കാര്യം അനി വന്ന് ഇവരോട് പറയാം. അപ്പോൾ ഇളയച്ചന് ശരിക്കും പറഞ്ഞാൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്നോടും ഇവളോടൊന്നും ആ പഴയ സ്നേഹമൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പം അതെ അത് ഞാനും ശ്രദ്ധിക്കാതിരുന്നില്ല ഏട്ടാ. എന്നേക്കാളും അച്ഛന് ഇഷ്ടമായിരുന്നു ആദർശേട്ടനെ. എന്നിട്ടിപ്പോൾ ശരിക്കും എന്താ പറ്റിയതെന്നൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അതിൻ്റെ കാരണമൊക്കെ ഒരു പരിധിവരെ ഞങ്ങൾക്കറിയാം. മിക്കവാറും അധികം വൈകാതെ തന്നെ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നും പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് എന്നോടും കൂടി ഒന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചപ്പോൾ പറയാറായിട്ടില്ല അനി, പറയാമെന്ന് പറഞ്ഞു. അച്ഛന് നന്ദുവിന് വലിയ ഇഷ്ടമായിരുന്നു. പെൺകുട്ടികളായ അവളെപ്പോലെ വേണമെന്ന് അച്ഛൻ പറയാറും ഉണ്ടായിരുന്നു. എനിക്ക് നന്ദുവിന് ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ അവളിങ്ങോട്ട് വരുന്നത് നല്ലതാണെന്നും അച്ഛൻ പറഞ്ഞതാ. അങ്ങനെയുള്ള ആളാണിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പം ഇങ്ങനെ മാറി ചിന്തിക്കുന്നതും പറയുന്നതും. അമ്മ ഇനി മാറ്റിയെടുത്താണോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പം അങ്ങനെ ഇളയമ്മയ്ക്ക് ഇളയച്ചനെ മാറ്റിയെടുക്കാനൊക്കെ പറ്റുമോടാ? ഇതൊന്നും അല്ല കാര്യം. ഇപ്പോൾ ബിസിനസ്സിലും ഇളയച്ചൻ്റെ ശ്രദ്ധ വളരെ കുറഞ്ഞിട്ടുണ്ടെന്ന് ആദർശ് പറഞ്ഞപ്പം അതും ശരിയാ. എന്നെ ഇപ്പോൾ വിളിക്കാറുമില്ല, എൻ്റെ ബ്രാഞ്ചിലേക്കൊന്നും വരാറുമില്ല എന്ന് പറഞ്ഞു. വല്യച്ഛനും അതിൽ പരാതിയൊക്കെ ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഇളയച്ചൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലേ? അങ്ങനെ വേണം ശരിക്കും പറയാൻ. ഇത് പക്ഷേ വളരെ പെട്ടെന്നുണ്ടായ ഒരു മാറ്റമാണെന്ന് പറഞ്ഞു അനി. എന്തായാലും അമ്മയുടെ അടുത്ത് തർക്കിക്കുന്നത് പോലെ അനി അച്ഛനുമായിട്ട് തർക്കിക്കാനൊന്നും നിൽക്കണ്ടാട്ടോ എന്ന് പറഞ്ഞു നയന. നന്ദുവിനോടുള്ള അനിയുടെ സ്നേഹം അത് ഞങ്ങൾക്കറിയാം. എന്നാൽ അതിന് ഇളയമ്മയ്ക്കൊപ്പം ഇളയച്ചനും എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ഞാൻ എന്തായാലും ഉറപ്പിച്ചു, ഞാൻ മുത്തശ്ശൻ ഉൾപ്പെടെ ഈ വീട്ടിലുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞത് 100% ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. അതിൽ നിന്ന് ഒരടി പോലും ഞാൻ പിന്നോട്ട് പോവില്ല എന്നും
അനി പറയുക. അത്രയും പറഞ്ഞിട്ട് അനി അകത്തേക്ക് കയറിപ്പോയി. അനി അങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കൂടി ആകെ ഇതായിട്ട് നിൽക്കുക. നമ്മൾ ആ നാഗേന്ദ്രൻ്റെ പിന്നാലെ പോയതിന് ശേഷം കൺട്രോൾ പോയൊരവസ്ഥയിലാണല്ലോ ഇപ്പോൾ ഇളയച്ചൻ നടക്കുന്നത്. അതെ ചേട്ടാ, ആ അതെ, ഇപ്പോൾ അപ്പച്ചി പോലും ചില നേരത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇളയച്ചനെന്ന് ആദർശം നേരം പറഞ്ഞു. നാഗേന്ദ്രൻ അപ്പച്ചനും തമ്മിലുള്ള വിഷയത്തിൽ 100% തെറ്റുകാരൻ നാഗേന്ദ്രനാണെന്ന് പറയുന്നുമുണ്ട്. പക്ഷേ അവിടെ ശങ്കരണങ്ങൾ പറഞ്ഞത് കണക്കിലെടുക്കാൻ പറ്റുന്നില്ല എന്നും, കാരണം മുത്തശ്ശൻ്റെ വിശ്വസ്തനായിരുന്നു ഈ ശങ്കരണങ്ങൾ, എന്നോട് അദ്ദേഹം കള്ളം പറയില്ല, പിന്നെ എന്താ സംഭവിച്ചതെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല എന്നും പറഞ്ഞ് ആദർശ് ഇങ്ങനെ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യ ഇങ്ങനെ വരിക. നവ്യ വന്നിട്ട് ഇവനെ എന്തിനായിരിക്കും അമ്മാവനിങ്ങനെ തല്ലിയത്, അതിൻ്റെ ആവശ്യം എന്താ, എന്തോ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അബിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ഈ നവ്യ. അബി, നിൻ്റെ അച്ഛനെ നീ കാണുന്നത് നിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല, അതിൻ്റെ പേരിൽ നിന്നെ വഴക്ക് പറയും തല്ലുകയും ഒക്കെ ചെയ്തതാ. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തതേ അതൊന്നുമല്ല, നീ നിൻ്റെ അച്ഛനെ കണ്ടെന്നും പറഞ്ഞ് നിൻ്റെ അമ്മാവനെന്തിനാ നിന്നെ ഇങ്ങനെ തല്ലിയത് എന്ന് നവ്യ ചോദിച്ചു. അച്ഛനും മോനും തമ്മിൽ കാണുന്നത് മറ്റുള്ളവരെക്കാളും ദേഷ്യമാണല്ലോ അമ്മാവന്. അതെനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ എൻ്റെ അച്ഛനെ കാണുന്നതിൽ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് അമ്മാവനും അമ്മായിക്കും അമ്മയ്ക്കും ഒക്കെയാണ്. ഇത്തരം സംഭവങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നത് വല്യമ്മാവനാണെന്ന കാര്യവും പറഞ്ഞു. പക്ഷെ ആ വല്യമ്മാവന് ഞാൻ അച്ഛനെ കാണുന്നതിൽ നീരസം ഉണ്ടെങ്കിൽ ഇളയമ്മാവനെ പോലെ എൻ്റെ ദേഹത്ത് ഇതുവരെ കൈവച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇനി നീ നിൻ്റെ അച്ഛനെ കാണാതായിരിക്കും കേട്ടോ നല്ലത്. ഇപ്പം നീയും അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയോ എന്ന് അഭി ചോദിക്കാം. നീ AN ജ്വല്ലറിയുടെ മോഡലായിട്ട് പോകരുതെന്ന് അമ്മ പറഞ്ഞിട്ട് നീ അത് കേട്ടോ എന്ന് ചോദിച്ചു. അതുപോലെയല്ലല്ലോ നിൻ്റെ കാര്യം. എൻ്റെ അച്ഛനോട് ചേർന്ന് നിന്നിട്ട് ഇനി എനിക്ക് പ്രയോജനമുള്ളെന്നും അതുകൊണ്ട് ഞാൻ ഇനി അച്ഛനെ കാണുകയും ചെയ്യും, അച്ഛനൊപ്പം നിൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അബി. അങ്ങനെ വന്നാൽ ചിലപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരുമെന്ന് നവ്യ. ഇറങ്ങിക്കൊടുക്കാം, എന്താ അതുകൊണ്ട് നമുക്കെന്താ നഷ്ടമുള്ളത് എന്ന് അബി നവ്യയോട് ചോദിക്കുക. AN ജ്വല്ലറി മൂർത്തി ജ്വല്ലറിയുടെ താഴേക്ക് പോയെങ്കിലും ഇപ്പോഴും കോടീശ്വരൻ തന്നെയാണ് എൻ്റെ അച്ഛൻ, അത് നിനക്കറിയാവോ. ഗൾഫിലുള്ള ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ട്, അങ്ങനെയുള്ള അച്ഛനൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടതെന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ട് നവ്യ ഇങ്ങനെ നിൽക്കാം. ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാ, ഇതിൻ്റെ പേരിൽ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നെങ്കിൽ അവർ ഇറക്കി വിട്ടോട്ടെ, എങ്കിലും എൻ്റെ അച്ഛനെ ഞാൻ വേദനിപ്പിക്കത്തില്ല. അച്ഛൻ എന്നെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ എൻ്റെ അച്ഛനെ പോയി കണ്ടിരിക്കും. മുത്തശ്ശൻ്റെ കൃപയിൽ ഇവിടെ കഴിയുന്ന അമ്മയ്ക്കൊപ്പം നിന്നാലേ ഇനി ഞാൻ വളരത്തില്ല. അതുകൊണ്ട് ബുദ്ധിയുള്ളവർ ഏത് സമയത്തും സ്വന്തം നിലനിൽപ്പ് മാത്രമേ നോക്കുകയുള്ളൂ എന്ന് അബി. ഞാനും അങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അബി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അബി ആ കാര്യങ്ങളെല്ലാം ഒന്ന് നവ്യയോട് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ നവ്യയ്ക്ക് മനസ്സിലായി ഇവൻ ഒരു നടക്ക് പോകുന്നവനല്ല എന്ന്. നീ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം നിനക്കുണ്ടാവത്തില്ലടാ, അതിന് ഏറ്റവും വലിയ തടസ്സം നിൻ്റെ അമ്മയല്ല, ഈ ഞാൻ തന്നെയാടാ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ നന്ദു ഇങ്ങനെ സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുന്നിടത്തേക്ക് കനക വന്നു. എന്താ നന്ദൂട്ടാ ഇത്, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ, എന്താ നീ ചിന്തിക്കണേ എന്ന് ചോദിച്ചു. എപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെന്ന് പറഞ്ഞു. അതായത് കല്യാണമൊക്കെ വരാൻ പോവല്ലേ, അതുപോലെ നവീൻമോൻ്റെ അച്ഛൻ കാണാൻ വരുമ്പോഴൊക്കെ നല്ല മിടുക്കിയായിട്ടിരിക്കണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ആരെൻ്റെ നന്ദോട്ടനെ കണ്ടാലും കുറ്റം പറയാൻ പാടില്ല എന്നൊക്കെ പറയുകയും ചെയ്തു. അല്ലെങ്കിൽ ആ നല്ല മുടിയൊക്കെ വെട്ടിക്കളഞ്ഞിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ കനക പറഞ്ഞപ്പം ഇങ്ങനെ എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി. അയ്യോ എൻ്റെ പൊന്നോ, ചൂടാവാതെ, ദേ ഈ മുഖം കണ്ടിട്ടാണല്ലോ നവീൻ മോന് നിന്നെ ഇഷ്ടപ്പെട്ടത് അല്ലേ. എന്തിനാ മേടിപെടിയെന്ന് ഇതൊക്കെ തീരുമാനിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു. ദേ നന്ദോട്ട, അച്ഛന് വയ്യാണ്ടിരിക്കുക, എനിക്കും അല്ലറ ചില്ലറ അസുഖങ്ങളൊക്കെ ഉണ്ട്. നിൻ്റെ കല്യാണം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ലയെന്ന് കനക മോളോട് പറയുമ്പോൾ നവീനേട്ടൻ ഒരുപാട് നിർബന്ധിച്ചിട്ടായിരിക്കും നവീനേട്ടൻ്റെ അമ്മ ഇതിന് ചിലപ്പോൾ സമ്മതിച്ചതെന്ന് നന്ദു. അമ്മ ഇനിയിപ്പോൾ ഞാൻ അവരുടെ വീട്ടിലോട്ട് ചെന്ന് കയറിയാലും അവരെന്നെ സ്നേഹിക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞു നന്ദു. അയ്യേ, എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. പത്മ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു നീ കേട്ടില്ലേ, പഠിക്കുന്ന കാലം മുതലേ അവന് നിന്നെ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു ഓർക്കുന്നില്ലേ. ഇന്നത്തെ മിക്ക ആൺകുട്ടികൾക്കും ഒതുങ്ങി നടക്കുന്ന പെൺകുട്ടികളെ ഇഷ്ടമല്ല. അത്യാവശ്യം തൻ്റെ ഉള്ളവരെയാണ് അവർക്കൊക്കെ ഇഷ്ടം. അതുപോലെ തന്നെ നീയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന പയ്യന്മാരെ തേടി നടക്കുകയായിരുന്നു ഞാനും ഗോവിന്ദേട്ടനും. ആ നേരത്താ ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന കണ്ടറിഞ്ഞ് അതുപോലൊരു പയ്യനെ ദൈവം കൊണ്ട് തന്നത്. നീ ഇങ്ങനെ തന്നെ നടന്നോ, മോൾക്ക് ഇഷ്ടമുള്ളതുപോലെ നടന്നു, പക്ഷെ അവന് വേണ്ടതേ മോളെ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് കനക ഇങ്ങനെ നന്ദുവിനെ പറഞ്ഞ് ഇതാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.